കുറച്ച് നാളെ ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണം നാട്ടുകാരുടെ വക. കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഈ ഒരു സ്വീകരണമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്വീകരണം കിട്ടിയ ആളുടെ കാര്യം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ബോച്ചയാണ്, ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്വർണ്ണ വ്യാപാര മേഖലയിൽ അതിപ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പം ആ ഗ്രൂപ്പിലുള്ള അതിൻ്റെ ഉടമയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ ബോച്ചയായിട്ട് മാറിയത് നമുക്കറിയാം. അതിപ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ താരമായ ലോകപ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ താരമായിട്ടുള്ള മറഡോണയെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മളെ പരിചയപ്പെടുത്തിയത് മുതൽ അദ്ദേഹം ബോച്ചയായിട്ട് അടിമുടി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തിലും മറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിലും. ഒരു പക്ഷേ ഇതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് എന്നാണ് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ വഴി ബാക്കിയുള്ള ഇങ്ങനെയൊക്കെ പ്രചരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നിരുന്നാൽ പോലും അതിപ്രശസ്തനായിട്ടുള്ള ബിസിനസ്മാനായിട്ടുള്ള കോടീശ്വരനായിട്ടുള്ള ബോച്ചെ ഈ ഒരു അടിത്തട്ടിൽ, ഞാൻ പറഞ്ഞത് സമൂഹത്തിൻ്റെ ഒരു അടിത്തട്ടിൽ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരുടെ ഇടയിൽ മൊത്തം മിങ്കിൾ ചെയ്യുന്ന ഒരു ബോച്ചെ ആയതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ മിങ്കിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇടയ്ക്ക് നമ്മുടെ കടൽ മച്ചാനെ വിളിച്ച് അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റ്, എല്ലാം കിട്ടുന്ന ഇറച്ചി, മീൻ, മറ്റ് പച്ചക്കറികളൊക്കെ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാര്യം കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ രീതിയിലും കേരളം സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഏക വ്യക്തി ബോച്ചയാണെന്നാണ്. മറ്റു രീതിയിലുള്ള സിനിമാ താരങ്ങളോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു മേഖലയിൽ മാത്രം, ഒരുപക്ഷെ ആ ഒരു മേഖലയിൽ പോലും അവർക്ക് അധികം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയില്ലായിരിക്കും. അദ്ദേഹം ജസ്റ്റ് സിനിമാടന്മാരൊക്കെ ജസ്റ്റ് അഭിനയം കാഴ്ചവെക്കുക, പോവുക, അല്ല മറ്റു രീതിയിലുള്ള ഒരു ഒബ്സർവേഷനൊന്നും അവർക്ക് കാണില്ല. പക്ഷേ ഈ ഒരു ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂർ എല്ലാ മേഖലയും, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ചെറുകിട വ്യവസായം മുതൽ വൻകിട വ്യവസായം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം വിജയിപ്പിച്ച് കാണിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള പുതിയ കുട്ടികൾക്ക് ഒരു മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഒരു മണിക്കൂറൊക്കെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതൊരു ഗുണകരമാവും. അല്ലാതെ മറ്റുള്ള ഒരു സിനിമാ നടനെ വിളിച്ച് തുള്ളിപ്പിച്ചാലോ അല്ലെങ്കിൽ സിനിമാ നടനെ വിളിച്ച് സംസാരിപ്പിച്ചാലൊന്നും ഒരു പക്ഷേ ഇത്രയ്ക്കൊന്നും എഫക്റ്റ് ചെയ്യണമെന്നില്ല ഈ ഒരു ബോബി ചെമ്മണ്ണൂറിൻ്റെ അത്രയും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ മേഖലയിലും കൈകടത്തിയ ഒരാളാണ്. അതേപോലെ അതിലൊക്കെ വളരെയധികം വിജയം കാഴ്ചവെച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ വീണ്ടും വീണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്. നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെ ഒരു സെലിബ്രിറ്റി ആയിട്ട് എല്ലാ ടൈമിലും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്.